ഒരു മീൻ ഇതാണ് എല്ലാ പ്രാവശ്യവും അവർ കട്ട് ചെയ്ത് തരുന്നതാണ്. ഞാൻ ഇപ്രാവശ്യം പറഞ്ഞില്ല കട്ട് ചെയ്ത് തരാൻ, അവരതുകൊണ്ട് കട്ട് ചെയ്ത് തന്നില്ല. അപ്പം നമുക്കിത് നുറുക്കിയെടുക്കണം. പിന്നെ മീൻ കറി വെക്കുന്നതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പൊളിച്ചെടുക്കാം. ഇപ്പോൾ മീനൊക്കെ നുറുക്കി വെച്ചു. ഇനിയും കുറച്ച് ഉപ്പിട്ട് ഒന്ന് കഴുകണം. ഉപ്പോ കുടംപുളിയോ വാളംപുളിയോ വിനാഗിരിയോ ഒക്കെ ഒഴിച്ച് കഴുകാം. ഇവിടെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. എണ്ണയൊഴിച്ച് എണ്ണ ചൂടായപ്പോഴേ കടുകിട്ട് പൊട്ടിച്ചു. അതിൻ്റെ കൂടെ ഉലുവയും കൂടി ഇട്ടായിരുന്നു. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെ ചേർക്കാമെന്ന്. ഇവിടെ ഞാൻ പിരിയൻ മുളക് പൊടി, സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. 2.5 സ്പൂണ് സാധാരണ മുളക് പൊടിയും 3 സ്പൂണ് ടീസ്പൂണാണ് പിരിയൻ മുളകും. ഒന്ന് മസാല ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പം ഞാൻ കറി വയ്ക്കുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. കുടംപുളിയും ഉപ്പും ചേർത്ത വെള്ളം, കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയാണ് ഇതോടെ ഇട്ട് കൊടുക്കാം. അപ്പോഴേ എല്ലാ അരപ്പും തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീനൂടെ ഇട്ട് കൊടുക്കാം. ഓരോ ജില്ലകളിലും ഓരോ സ്റ്റൈലിലാണ് മീൻ കറി വയ്ക്കാറുള്ളത്. ഇപ്പോഴേ പത്തനംതിട്ട ജില്ലയിൽ കൂടുതലും കുടംപുളിയിട്ട് മുളക് കറിയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്. തേങ്ങ ഒഴിച്ചല്ല, തേങ്ങ അരച്ചും കറി വയ്ക്കാറിവിടുണ്ട്. എങ്കിലും കൂടുതലും ഇങ്ങനെയാണ് ഈ ജില്ലയിലുള്ളവർ കറി വയ്ക്കുന്നത്. നമ്മുടെ പത്തനംതിട്ട സ്റ്റൈലാണ് ഞാൻ ഈ കാണിക്കുന്ന മീൻ കറി. ഇപ്പോഴേ ഇതിൻ്റെ അകത്ത് സ്വല്പം കായപ്പൊടിയൂടെ ഞാനിവിടെ ഇടുന്നുണ്ട്. ഇപ്പോഴേ അത് നല്ലതാണ് കേട്ടോ, വയറിനും നല്ലതാണ്, മീൻ കറിക്ക് രുചി കൂടുകയും ചെയ്യും. അപ്പോഴേ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയിലേക്ക് മീൻ കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അരപ്പെടുത്ത് ഇങ്ങനെ വട്ടത്തിൽ നോക്കുമ്പോൾ ചാറ് കൊടുത്തിരിക്കുകയാണ്. അപ്പോഴിത് വാങ്ങി വെക്കാറായിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാകും. ഇവിടെ ഞാൻ ചെറിയ തോതിലാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഇരുന്ന് മൺചട്ടിയിലിരുന്ന് ഇത് വറ്റിക്കോളും. കൂടെ 2 പച്ചക്കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കും. ഇതിനിയും എണ്ണ തെളിയാൻ കുറച്ച് സമയമെടുക്കും. ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്, എങ്കിലും കണ്ടില്ലേ തിളയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ മീൻ കറി ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാടും ഉള്ള അരപ്പ് നിങ്ങൾ നോക്കണ്ട, അത് അരപ്പ് ഉണങ്ങിയിരിക്കുകയാണ്. അപ്പം ചട്ടിയുടെ സ്റ്റൈലൊന്നും നോക്കണ്ട, മീൻ കറി സൂപ്പറാണ്.